2025 കയറിയിരിക്കുന്ന ദൈവജനം, ദൈവസഭ, 2024 നമ്മൾ കേട്ട ദൈവശബ്ദങ്ങൾ, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അതിൻ്റെ എല്ലാം മറുപടി വെളിപ്പെടുന്ന ഒരു വർഷമായി ഈ 2025 മാറട്ടെ. അതിന് തക്ക നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവദാസൻ എനിക്ക് മുമ്പേ സൂക്ഷിച്ചു. അവൻ്റെ ആലയത്തിൽ നമ്മൾ കാണണം, ദൈവസന്നിധിയിൽ നമ്മൾ കാണണം, ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനം, പ്രാർത്ഥിക്കുന്ന സഭ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾ നിരാശപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിരാശകൾ തീർത്തു മാറുമെന്ന് ഞാൻ പറയത്തില്ല. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൂടത്തേ ഉള്ളൂ, വർദ്ധിക്കത്തേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ അതിൻ്റെ മേൽ നിലനിൽക്കും. ദൈവമായി ബന്ധമുള്ളവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് 2025. പ്രാർത്ഥിക്കുന്നവന് മാത്രം വിശ്വാസഗോളത്തിൽ നിൽക്കാൻ പറ്റുന്നൊരു കാലം, നിൽക്കാൻ പറ്റുന്ന വർഷം. വല്ലാത്ത പ്രതിസന്ധികൾ, വല്ലാത്ത ശോധനകൾ, വല്ലാത്ത കഷ്ടങ്ങൾ വരുന്ന ഈ ഇയറിൽ സംഭവിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധാത്മാവോട് ചേർന്ന് നിൽക്കുന്ന, ദൈവഭയമുള്ള, ദൈവസ്നേഹമുള്ള, ദൈവവുമായി ബന്ധമുള്ള നിന്നെ തൊടാൻ ഒന്നിനും കഴിയത്തില്ല. നീ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ്റെ അകത്ത് വസിക്കുന്ന വ്യക്തിയായി മാറണോ? നീ പരിശുദ്ധാത്മാവിൽ കയറി വരിക, ആത്മാവിൽ സഞ്ചരിക്കാൻ തയ്യാറാക്കുക. നിനക്കൊരു പ്രാർത്ഥന ജീവിതമുണ്ടെങ്കിൽ നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രാർത്ഥന വ്യക്തിയാണെങ്കിൽ നീ താണുപോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖത്ത് ദൈവിക സന്തോഷമുണ്ടാകും. പ്രാർത്ഥിക്കുന്നവൻ്റെ സംസാരത്തിൽ ഒരു ദൈവശക്തി വ്യാപരിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ടോ, നീ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അതിനകത്ത് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിയോഗനായി, പരിശുദ്ധാത്മാവിൽ നിയോഗിക്കപ്പെട്ട് സഞ്ചരിക്കുന്ന പീലിപ്പോസിനെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഈ വർഷം ദൈവസഭയോട്, ദൈവജനത്തോട് സംസാരിക്കാൻ എന്നോട് സംസാരിച്ച ദൈവശബ്ദത്തെയാണ് ഞാൻ ഇന്ന് പകൽ ദൈവജനത്തിന് കൈമാറുന്നത്. ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് തേരിനോട് ചേർന്ന് നടന്നവൻ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തതും ജീവിതത്തിൽ ഇന്നുവരെ കാണാത്തതുമായ കാര്യങ്ങൾ കാണുകയും ചെയ്യുകയും ചെയ്തതുപോലെ അവന്റെ കൂട്ടുദാസന്മാർക്ക്, അവന്റെ ഗുരുക്കന്മാർക്ക്, ആത്മീയ പിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവാത്മാവിന് ആമേൻ പറഞ്ഞ് നിർജ്ജന പ്രദേശമെന്ന് ചിന്തിക്കാതെ, ശോധന ചിന്തിക്കാതെ, നിർജ്ജന ദേശത്ത് ഉള്ള സപ്പോർട്ടുകൾ ചിന്തിക്കാതെ, ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നിർജ്ജന പ്രദേശത്തേക്ക് ഇറങ്ങിത്തിരിച്ച ആ ദൈവപുരുഷന് വേണ്ടി പരിശുദ്ധാത്മാവ് കരുതിയതുപോലെ, പരിശുദ്ധാത്മാവ് തുണനിന്നതുപോലെ ദൈവ ശബ്ദത്തിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ദൈവാത്മാവ് കരുതുന്ന വർഷമായി ഈ 25-നെ പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ദൈവ ശബ്ദത്തെ ഞാൻ കൈമാറുന്നു. ആമേൻ. ആർക്കു വേണ്ടിയാ കരുതുന്നേ? ആർക്കു വേണ്ടിയാണ് ദൈവാത്മാവ് ഇറങ്ങുന്നത്? ദൈവശബ്ദം കേട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന ഇടത്തിലേക്ക്, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പോലെ സംസാരിക്കുന്ന നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു പരിശുദ്ധാത്മാവ്, ഇറങ്ങുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഈ 2025 നീ കാണാൻ പോകുന്നു. ഹല്ലേലൂയ. ആ ദൂതനെ സഭ കരങ്ങൾ തട്ടി സ്വീകരിച്ചോ. പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന, ദൈവാത്മാവിൽ സഞ്ചരിക്കുന്ന നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വർഷമാക്കി ഈ 25-നെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതിനാ വൈഡമനഘടകസി അർത്ഥപ്രവചം ജനാധികർത്തിനി ശൈതപ്രഭാധികർഷസിയ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന തലമുറ, ദൈവ ശബ്ദത്തെ തിരിച്ചറിയുന്ന, ദൈവത്തിന്റെ ലാംഗ്വേജിനെ തിരിച്ചറിയുന്ന ഒരു ആത്മമണ്ഡലം തുറക്കുന്ന 25 മാറട്ടെ. ഹോ, ദൈവസഭ, ദൈവദാസന്മാർ, ദൈവമക്കൾ ദൈവത്തിന്റെ ശബ്ദങ്ങളെ തിരിച്ചറിയുന്ന, ലാംഗ്വേജിനെ തിരിച്ചറിയുന്ന ഒരു വർഷമാക്കി പരിശുദ്ധാത്മാവ് ഇതിനെ മാറ്റുന്നു. ദൈവത്തിന്റെ ഭാഷയെ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്റ്റൈലിലും നമ്മുടെ ഇഷ്ടത്തിലുമല്ല ദൈവത്തിന്റെ ഭാഷകൾ, വ്യത്യസ്തമാണ്. ദൈവിക ഭാഷയെ സെൻസ് ചെയ്യുന്ന ഒരു തലമുറ ഈ വർഷം പുറത്തു വരും. എന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന പദങ്ങൾ ഇതാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് ഇടപെട്ട ദൈവിക ശബ്ദം ഇതാണ്. ഈ ട്രഡീഷൻ പെന്തക്കോസ് കൂട്ടായ്മയിൽ, ട്രഡീഷൻ പെന്തക്കോസിന്റെ അകത്ത് നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഉണർവിനെ ഈ 2025 വീണ്ടും സ്വർഗം അതിശക്തിയോടെ പുറത്തെടുക്കുമെന്ന് ദൈവാത്മാവനോട് സംസാരിക്കുന്ന ശബ്ദം ദൈവസഭയ്ക്ക്, ദൈവ രാജ്യത്തിന് ഞാൻ കൈമാറുന്നു. എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ശബ്ദം ഇതാണ്. വർഷങ്ങളായി പെന്തക്കോസ്തോളത്തിൽ ജനിച്ചു വളർന്ന തലമുറകൾ, ദൈവമായി ബന്ധമില്ലാത്ത തലമുറകൾ, അവർ ഉണർവിന്റെ ഭാഗമാകാൻ പോകുന്നു. സഭയ്ക്ക് ആമേൻ പറയാൻ പറ്റുമോ? പെന്തക്കോസ്തോളത്തിൽ ജനിച്ചു വളർന്ന തലമുറകളാണ്, പക്ഷെ ദൈവമായി യാതൊരു ബന്ധവുമില്ല. ആ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾക്ക് മറുപടിയായി പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടറുകൾ തലമുറകളുടെ മേൽ ഉണ്ടാകാൻ പോകുന്നു. ഇന്നുവരെ പെന്തക്കോസ്തോളം കാണാത്ത ചില തലമുറകൾ, വർഷങ്ങൾ പാരമ്പര്യമുള്ള ചില കുടുംബങ്ങളുടെ അകത്തു നിന്നും ഇന്നുവരെ ദൈവവുമായി ബന്ധമില്ലാത്ത ചില തലമുറകളെ പരിശുദ്ധാത്മാവ് പുറത്തെടുത്ത് ചില യുവാക്കളെ പ്രവാചകന്മാരായി, അപ്പോസ്തലന്മാരെ, ആത്മപകർച്ചയുടെ ശുശ്രൂഷ ചെയ്യുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്ന വർഷമാക്കി ഇതിനെ മാറ്റും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവ ശബ്ദങ്ങൾക്ക് എനിക്ക് ഗ്യാരണ്ടിയാണ്, അതിന് മാറ്റമില്ല. പക്ഷേ അസാധാരണമായ അഭിഷിക്തന്മാർ ഈ 2025 പുറത്തു വരും. ആമേൻ. വഴക്കുണ്ടാക്കാത്ത, കലഹമില്ലാത്ത, ദൈവരാജ്യം മാത്രം ലക്ഷ്യമാക്കി നിൽക്കുന്ന ഒരു ജനറേഷനെ പരിശുദ്ധാത്മാവ് വേർതിരിച്ചു നിർത്തിയിട്ടുണ്ട്. അത് ഈ 2025 പരിശുദ്ധാത്മാവ് അവരെ എഴുന്നേൽപ്പിക്കുന്ന വർഷമായിരിക്കും. ഇതിനെ മാതാപിതാക്കൾക്ക്, സഭയ്ക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത തലമുറകളെയാണ് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നേ. പീലിപ്പോസ് ആത്മാവിന് വിധേയപ്പെട്ടതുപോലെ ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു ജനറേഷൻ പുറത്തു വരുന്നു. ആത്മാവിന് വിധേയപ്പെടുന്ന ഒരു ജനറേഷൻ കേരളത്തിൽ നിന്ന്, ആമേൻ, കേരളത്തിന്റെ അകത്തുനിന്ന് പെന്തക്കോസ്തോളത്തിൽ നിന്ന് ദൈവാത്മാവ് പുറപ്പെടുവിക്കാൻ പോകുന്നു. ഇന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിലുണ്ടാവും. 4 ഇടങ്ങളിൽ ഭൂമി കുലുക്കമുണ്ടാകും. ഈ പറയുന്ന ശബ്ദങ്ങൾക്ക് മാറ്റമില്ല, റെക്കോർഡാ. ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും, മാറ്റമില്ല. അതിന്റെ തീവ്രത കുറയാൻ കേരളത്തോട് കർത്താവെ കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കുക. അതിന്റെ തീവ്രത കുറയട്ടെ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ ഇടപെടുന്ന അടുത്ത ശബ്ദം, തൃശ്ശൂരും കോഴിക്കോടും ഒരു ഉണർവിന്റെ ഭാഗമാകാൻ പോകുന്നു. ഈ വർഷം മലബാറിൽ വലിയ ഉണർവ് നടക്കും. ദൈവസഭയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ആ ദൂതിനെ റിസീവ് ചെയ്യുകയാണ്. നാളുകളായി പ്രാർത്ഥിക്കുന്നതിന്റെ മറുപടിയാണ്. മലബാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആത്മീയ ഉണർവും ആത്മപകർച്ചയും മലബാറിന്റെ മണ്ണിൽ 2025 സ്വർഗം ചെയ്യാൻ പോകുന്നു.
Horimi Hadanagadasia, Varta Proudamanagadaga, John Varti, Asagaria, Likatamana, Vaishimini, Ratalvari, Asagavania, Shumandam Navatil, other Sambavigate, Shaktamara, Prabhasaganmar, Shaktamara, Apostolamar, Shumandam Namatil, Kanur in the Manil Puraturate. Oh, Jesus, Jesus, Jesus. തൃശ്ശൂരിൻ്റെ അകത്ത്, തൃശ്ശൂർ പട്ടണത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. വലിയൊരു കൂട്ടം തൃശ്ശൂരിൽ വേർതിരിപ്പെടും. ഇത് കേൾക്കുന്ന ദൈവസഭയ്ക്ക് സന്തോഷമില്ല, നിങ്ങൾ സന്തോഷിക്കണ്ട. പക്ഷെ ഇത് സ്വർഗം ചെയ്യാൻ പോകുന്ന കാര്യം. മാസങ്ങൾക്ക് മുമ്പ്, 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചന ശബ്ദം കൈമാറിയിരുന്നു. വീണ്ടും രാജ്യം ലോക്ക്ഡൗണിലേക്ക്, വീണ്ടും രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് ഒരു വൈറസ് പുറപ്പെടും. മാസങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചന ശബ്ദം. ഇപ്പൊ ലോക രാജ്യങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവജനമേ, കേൾക്കുന്ന ദൈവശബ്ദം കേട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ശക്തിയുണ്ടെങ്കിൽ ഇത് കയറി വരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആമേൻ. പല രാജ്യങ്ങൾ ഭയപ്പെടുമ്പോൾ, ആമേൻ, ഇന്ത്യ രാജ്യമേ, ആത്മാവിൽ ഉണരാൻ തയ്യാറാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവാത്മാവ് ഈ കാര്യങ്ങൾ നേരത്തെ കൈമാറുന്നത് പ്രാർത്ഥിച്ചാൽ നീക്കുമൊക്കുള്ളത് കൊണ്ട് ആമേൻ, പിറുപിറുക്കാതെ കുറ്റം പറയാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നൊരു കൂട്ടമുണ്ടെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെ, നിന്റെ ദേശത്തെ, നിന്റെ രാജ്യത്തെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു കുടുംബം, ആത്മാവിൽ സഞ്ചരിക്കുന്ന സഭ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന തലമുറകൾ ഈ 2025 പുറത്തു വരും. ആമേൻ. നിർജ്ജന പ്രദേശങ്ങളിൽ നിന്ന് ആരും സഹായിക്കാനില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നീ ഫിലിപ്പോസേ, നീ ഇപ്പോൾ നിൽക്കുന്ന ഇടം ആർക്കും അറിയത്തില്ല, അവിടെ നിന്നെ സഹായിക്കാൻ ആരുമില്ല. പക്ഷേ ദൈവാത്മാവിന് വിധേയപ്പെടുന്ന നിന്നെ എടുക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ശബ്ദം ഞാൻ കൈമാറുകയാണ്. നീ ആയിരിക്കുന്ന നിർജ്ജന പ്രദേശങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കുന്ന വശമാക്കി ഈ 2025 പരിശുദ്ധാത്മാവ് മാറ്റുന്നു. നിർജ്ജന പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ തലമുറകൾ, സാധ്യതകളില്ലാതെ നിൽക്കുന്ന തലമുറകൾ ആത്മാവിൽ പുറത്തു വരുന്ന ഒരു വർഷമായി ഈ വർഷം മാറാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ സഹായിക്കാൻ അങ്കിളും ആന്റിയും ഒന്നും കാണത്തില്ല, ദൈവദാസന്മാരുടെ കൂട്ടായ്മകൾ ഒന്നും കാണത്തില്ല. പക്ഷേ ആത്മാവിന് വിധേയപ്പെടുന്നവൻ, ആമേൻ, പരിശുദ്ധാത്മാവുമായി കണക്ഷൻ ഉള്ളവനെ ആമേൻ വെറുതെ ഇരിക്കാനോ അവനെ ഏകനായി വിടാനോ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ നിർജ്ജന പ്രദേശങ്ങളിൽ നീ അനുഭവിക്കുന്ന നിർജ്ജനമായ ഒരു രക്ഷയുമില്ലാത്ത, ഒരു നന്മയുമില്ലാത്ത സാഹചര്യങ്ങളുടെ അകത്തു നിന്നും ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ആത്മാവിൽ സഞ്ചരിക്കുന്ന വർഷമായി ഈ വർഷം ആത്മാവിൽ സഞ്ചരിക്കുന്ന വർഷമായി നിന്റെ മാറാൻ പോകുന്നു. ആർക്കും വേണ്ടാത്ത, ആരും കാണാത്ത നിന്നെ ആത്മാവ് എടുക്കുന്ന വർഷം, പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന വർഷം, ആത്മാവിൽ സഞ്ചരിക്കുന്ന വർഷം. റബി ലദർദ്വ സ്മദൽ ഗർധനി വൈശപ്രഭേ ഹദല ഹഡഗസ്മി ലിഗിറ്റൽ വദു വൈശപ്രഭ റിഗി മന വർധിയ വൽഗമന ഗഡഗസി. ഇത് ദൈവസഭ കാണാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു ജനറേഷനെ കാണാൻ പോകുന്നു. ഇന്ന് വരെയും കേരളം പെന്തക്കോസ്തുകളെ കാണാത്ത ഒരു കാഴ്ച, വേറെ ഒന്നിനും വഴങ്ങാത്ത, വേറെ ഒന്നിനും തിരിയാത്ത, ദൈവാത്മാവിന് വിധേയപ്പെട്ട്
പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറയെ ഈ 2025 ദൈവസഭ കാണാൻ പോകുന്നു. ദൈവസഭയ്ക്ക് അത് കരങ്ങൾ തട്ടിയ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. അതിലൊരു തലമുറ നിന്റെ ആവട്ടെ, അതിലൊരു തലമുറ നമ്മുടെ ആകട്ടെ. നമ്മുടെ തലമുറ നാളത്തെ പ്രവാചകന്മാരായി, പ്രവാചികളായി, അപ്പോസ്തലന്മാരായി, രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന അപ്പോസ്തലന്മാരായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരെ പോസ്റ്ററുകളിൽ കാണുന്ന അഭിഷിക്തന്മാർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതിനേക്കാളും അപ്പുറം പ്രയോജനപ്പെടുന്ന ചില യൂത്ത്സിനെ പരിശുദ്ധാത്മാവ് സഭകളുടെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നമ്മൾ അറിയാതെ, ദൈവസഭ അറിയാതെ പ്രാർത്ഥിക്കുന്ന ചില തലമുറകളുണ്ട്. കരയുന്ന, ഉപവസിക്കുന്ന, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടിരിക്കുന്ന തലമുറകളുണ്ട്. അവരെ ദൈവാത്മാ പുറത്തു കൊണ്ടുവരുന്ന വർഷമാണ് ഈ വർഷം. ആമേൻ. അപ്പോൾ തന്നെ ഈ ആത്മീയ കൂട്ടായ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പെന്തക്കോസ്ത് തലമുറയെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന വർഷം. ഇത് ദൈവസഭ കാണും. ആത്മാവിന് വിധേയപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന, ആത്മാവെടുക്കുന്ന ഒരു തലമുറ. ആമേൻ. ആത്മഗോളം കൊതിച്ചു നിൽക്കുന്ന തലമുറ ഈ 25 പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, അങ്ങനെ ഒരു തലമുറ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നു. ഉണർവിന്റെ ദീപശിലയുമായി ഓടുന്ന ഒരു ജനറേഷൻ, നിൽക്കുന്ന ഒരു യുവ തലമുറ ഈ മണ്ണിൽ പുറത്തു വരും. ഇന്നുവരെ കണ്ട പെന്തക്കോസ്ത് ഗോളം, ആത്മീയ ഗോളം കണ്ട ഉണർവല്ല, അതിൻ്റെ അപ്പുറം ഉണർവ് ഉണ്ടാകാൻ പോകുന്നു. പക്ഷേ ഇന്നുവരെ കാണാത്ത കഷ്ടങ്ങളിൽ കൂടെ, നഷ്ടങ്ങളിൽ കൂടെ കേരളം, ഇന്ത്യ രാജ്യം കടന്നു പോകും. പക്ഷേ അതിനേക്കാളും ശക്തമായ ഉണർവും ഈ 2025 ഭാരതത്തിൽ, കേരളത്തിൽ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവന് മാത്രം നിലനിൽക്കാൻ പറ്റുന്ന ഒരു വർഷം. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. ഇതോട് കൂടെ ഒരു ശബ്ദത്തോടെ ഞാൻ കൈമാറുന്നു. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതുപോലെ പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാർ, പ്രാർത്ഥിക്കുന്ന ദൈവജനം 3-ാം സ്വർഗത്തോളം എടുക്കുന്ന ദൈവ സാന്നിധ്യം, ആത്മവിവേശത ഉണ്ടാകുന്ന വർഷം. പത്മോസായിരിക്കുക, പക്ഷേ നീ അതിൻ്റെ നടുവിൽ നീ ആത്മമണ്ഡലം തുറക്കും. നിന്റെ വീട് പത്മോസിന്റെ അന്തരീക്ഷമായിരിക്കാം, നീ താമസിക്കുന്ന ഇടം പത്മോസിന്റെ അന്തരീക്ഷമായിരിക്കാം. പക്ഷെ യോഹന്നാന് കിട്ടിയ വെളിപ്പാട് പോലെ ഇന്ന് വരെ ഒരുവനും കിട്ടാത്ത വെളിപ്പാട് നിന്റെ പത്മോസിൽ ഈ വർഷം നിനക്ക് വേണ്ടി ഇറങ്ങും. എന്നെ കേൾക്കുന്ന, കരയുന്ന മാതാപിതാക്കളെ, കരയുന്ന അഭിഷിക്തന്മാരെ, കഴിയുന്ന അഭിഷിക്തകളെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൈവശബ്ദം. നിന്റെ പത്മോസിൽ നീ നിരാശപ്പെടരുത്. നിന്റെ പത്മോസിൽ നീ പിറകോട്ട് പോകരുത്. നിന്റെ പത്മോസിൽ ഈ വിശ്വാസം തള്ളരുത്. നിന്റെ പത്മോസിൽ നീ ആത്മാവിവേശതയിൽ ആകുന്ന വർഷമാണിത്. നാളത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, തലമുറയിലുള്ള പ്രവചന ശബ്ദങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ച്, വരവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദങ്ങൾ, നീ പുറത്തു വരുന്ന നിന്റെ പത്മോസ് തകരരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. ധൈര്യത്തോടെ ഇരിക്കുക, ഉറച്ചു നിൽക്കുക, വിശ്വാസത്തെ മുറുകെ പിടിക്കുക, പ്രാർത്ഥനയിൽ കയറി വരിക, ആത്മാവിൽ സഞ്ചരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഈ 2025 പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്ന വർഷമായി മാറ്റട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.